ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 മെയ് മാസ ഫലം. അത് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. അതായത് ഈ മാസം കഴിയുമ്പോൾ വളരെയധികം അഭിവൃദ്ധികൾ വന്നു ചേരും, വ്യാഴമൊക്കെ മാറി വരും. എന്നിരുന്നാലും ഈ മെയ് മാസത്തിൽ ചില കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഗ്രഹസ്ഥിതിയാണ് കാണുന്നത്. കർക്കിടകം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം തൊഴിൽ ഭാവമാണ് മേടം രാശി. അത് മേടം രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വ അവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുമ്പോൾ വളരെ അധികം തൊഴിൽ നേട്ടങ്ങൾ വന്നു ചേരുവാനൊക്കെ യോഗമുള്ള, ഭാഗ്യമുള്ള, ദൈവാധീനമുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഭൂമി വന്നു ചേരുക, ഗൃഹം പുതുക്കി പണിയുക, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ഒരു മെയ് മാസം കൊണ്ട് സാധിക്കാനുള്ള യോഗവുമുണ്ട്. ദേവാലയം, നഗരസഭ, മാർഗാലയം, സർവകർമാണി, ആജ്ഞാരംഭനം ഏതസർവം ചിന്തനീയം ദശമേന എന്ന പ്രമാണപ്രകാരം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മറ്റുള്ളവരോട് ആജ്ഞാപിക്കുക, അല്ലെങ്കിൽ പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് വിജയിപ്പിച്ച് അത് നല്ല ലാഭങ്ങൾ ഉണ്ടാകുന്നതിനും ഉചിതമായ സമയത്ത് പ്രവർത്തനങ്ങൾ തീർക്കുക. അത് ഏതൊരു വർക്കുകൾ ഏറ്റെടുത്തിരിക്കുന്നവരായാലും അറിയാവുന്ന കാര്യമാണ്. കെട്ടിട നിർമ്മാണ കാര്യങ്ങളായാലും അതുപോലെ അതിനോട് അനുബന്ധിച്ചുള്ള നിരവധിയായ തൊഴിൽ കാര്യങ്ങളുണ്ട് സമയബന്ധിതമായി തീർക്കേണ്ടത്. അത് ഓഫീസിലെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്, സമയബന്ധിതമായിട്ട് വർക്ക് തീർക്കണം. അല്ല എങ്കിൽ അത് പിന്നെ കംപ്ലൈൻറ്റുകൾ വർദ്ധിക്കും. ഈ ഒരു മാസം ഇതിനൊരു തുടക്കം കുറിക്കുവാൻ നല്ല ചാൻസുകൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. സ്വന്തമായിട്ട് വ്യാപാര വിപണനങ്ങളൊക്കെ ചെയ്യുന്നവരായാലും, സ്വന്തമായ സ്ഥാപനങ്ങൾ നടത്തുന്നവരായാലും, ഉത്തരവാദിത്തപ്പെട്ട കോൺട്രാക്റ്റ് വർക്ക് ഒക്കെ എടുത്ത് ചെയ്യുന്നവർ, ഓഫീസേഴ്സ് ഒക്കെ വളരെ നല്ലതാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. അതായത് 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വാഗ്രഹം കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അത് രാജയോഗകാരകനാണ്. 5-ാം ഭാവാധിപൻ കൂടിയാണ്. 5 എന്ന് പറയുമ്പോൾ അത് വിവേകബുദ്ധിയുടെയും അതുപോലെ തന്നെ ചിന്താ വൈഭവത്തിൻ്റെയും വളരെയധികം പെട്ടെന്ന് തീരുമാനമെടുക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, സൈന്യത്തിലൊക്കെ വലിയ ഓഫീസേഴ്സൊക്കെ ആയിരിക്കുന്നവർ, പോലീസ് ഓഫീസേഴ്സ്, സെക്യൂരിറ്റി വിഭാഗത്തിൽ, സമൂഹത്തിൽ തന്നെ ചില സ്ഥാനമാനങ്ങളുള്ളവർ, കുടുംബത്ത് പ്രധാന കാര്യങ്ങൾ നോക്കി നടത്തുന്നവർ, അവർക്കൊക്കെ ഒരു പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ പെട്ടെന്ന് തീരുമാനമെടുക്കുവാനും നടപ്പിൽ വരുത്തുവാനും വിജയിക്കുവാനും അത് മുഖാന്തരം അഭിനന്ദനങ്ങളും സ്ഥാനമാനങ്ങളും ശമ്പള വർധനവും ഒക്കെ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട് ഈ കർക്കിടകം രാശിക്കാർക്ക് മെയ് മാസത്തിൽ. അത് കേന്ദ്ര ത്രികോണാധിപനായ ചൊവ്വയാണ് തൻ്റെ സ്വന്തം ക്ഷേത്രമായ മേടം രാശിയിൽ നിൽക്കുമ്പോൾ ദേഹസ്യ സൗഷ്ടവും സാസ്ത്യം സ്ഥിതി ശ്രേയസ് യശസ് സുഖം ജയോ ഭവിച്ച് സൽസർവം ചിന്തനീയം ലഗ്നത എന്ന പ്രമാണപ്രകാരം ആ ലഗ്നരാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടിയാണ്. അത് 4-ാം ഭാവത്തിലേക്കുണ്ട്. അതുകൊണ്ടാണ് വസ്തു വാങ്ങിക്കുന്നതിനും ഗൃഹം പുതുക്കി പണിയുന്നതിനും വാഹനം വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട് എന്ന് പറഞ്ഞു. കൂടാതെ അവിടെ ആ 11-ാം ഇടത്ത് ശുക്രൻ വന്നിരിക്കുന്നു. ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൻ്റെ അധിപനാണ്, 4-ാം ഭാവത്തിൻ്റെ അധിപനാണ്. മാതാസൂർത്ത് മാതുലഭാഗിനെയോ ക്ഷേത്രം സുഖം വാഹനമാസനം ജാലാളിത്യവും വാ ശയനന്ത്യവൃത്തി പാർശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാത്. ജന്മഗൃഹവുമായി ബന്ധപ്പെട്ട് മാതാവിനെ സംബന്ധിച്ചിടത്തോളം, സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം, മാതൃവഴി ബന്ധുക്കൾ, അമ്മാവന്മാർ, മാതുലൻ, അതൊക്കെ വളരെ ഐശ്വര്യം പ്രാപിക്കുകയും അവരിൽ നിന്നൊക്കെ ചില സഹായങ്ങൾ കിട്ടുന്നതിനും, കുടുംബ സ്വത്ത് കിട്ടുന്നതിനും, പാരമ്പര്യമായിട്ട് കിട്ടാനുള്ള സമ്പത്ത് വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുക, തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുക, വിദ്യാവിജയങ്ങൾ വന്നു ചേരുക, ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സായി നല്ല പൊസിഷനുള്ള ജോലി, സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ലഭിക്കുവാനൊക്കെ ഈ മാസം യോഗമുണ്ട്. ഈ ചൊവ്വായുടെയും ശുക്രൻ്റെയും സ്ഥിതി കൊണ്ട്
അധിക ശനിദോഷങ്ങളൊന്നും ബാധകമല്ല. കണ്ടകശനിയോ ഏഴരശനിയോ ഒന്നും ഉള്ള സമയമല്ലല്ലോ. സർപ്പദോഷങ്ങളും അധിക ബാധിക്കുന്ന സമയങ്ങളല്ല. നന്നായി വരും. അതുപോലെ തന്നെ സ്വന്തം നാട് വിട്ട് വിദേശത്ത് ഒക്കെ ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും നല്ലതാണ്. 12-ാം ഇടത്ത് മറവരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ 12-ാം ഭാവത്തെ സൂചിപ്പിക്കുന്ന ശോകം പാപം വ്യയം ച പതനം നിരയും മമ്പകം സ്ഥാനഭ്രംശം ച വൈകല്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ്. എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിൽ, ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറുന്നതിനും ചികിത്സ ഫലിക്കുന്നതിനും ഒക്കെ ഈ 12-ാം ഭാവത്തിലെ വ്യാഴത്തെ കൊണ്ട് അനുഗ്രഹങ്ങൾ കിട്ടും. അത് 6-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ തസ്കരാരാദി വിഘ്നാദി വ്യാധേച്ഛതൻഷതി വർണ്ണം വാ അരി ശസ്ത്രേണ ചിന്തനീയം ഷഷ്ഠത എന്ന പ്രമാണപ്രകാരം വളരെ കടങ്ങൾ വീടുക, ശത്രുക്കൾ കുറഞ്ഞു വരിക, ശത്രുക്കളുടെ മേൽ വിജയം വരിക്കാൻ സാധിക്കുക, പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ശത്രുക്കൾ നിഷ്പ്രഭരായി പോവുക, അങ്ങനെയൊക്കെ ഈ മെയ് മാസത്തിൽ കർക്കിടകം രാശിക്കാർക്ക് അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സ്വന്തം നാട്ടിൽ തന്നെയുള്ള അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി യഥാശക്തിയെ ദ്രവ്യസഹിതം സമർപ്പിച്ച് ഒക്കെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം.